പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആശങ്കകൾക്ക് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയാൻ വിവിധ പദ്ധതികൾ ആരംഭിച്ചതായി മന്ത്രി. അധ്യാപകർക്കെതിരായ പോക്സോ കേസുകളിൽ കൃത്യമായ നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. ചോദ്യപേപ്പറിലെ അക്ഷരത്തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലാത്തതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയാൻ വിവിധ പദ്ധതികൾ ആരംഭിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഇതിനായി വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയതായി മന്ത്രി പറഞ്ഞു. കണ്ടെത്തുക, അറിയുക, പരിഹാരമാർഗം നിശ്ചയിക്കുക എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP തയ്യാറാക്കിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ സ്കൂൾ ക്യാമ്പസിലേക്ക് എത്തുന്നതിനെതിരെ ജാഗ്രത പുലർത്തുന്നതിന് രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കുന്നതിന് രക്ഷകർത്തൃ ഗ്രൂപ്പുകൾ ചേർന്നിട്ടുണ്ട്. അധ്യാപകർക്കെതിരായ പോക്സോ കേസുകളിൽ കൃത്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. 72 കേസുകളാണ് DGPയുടെ മുന്നിലുള്ളത്. ആർക്കും യാതൊരു സംരക്ഷണവും നൽകില്ലെന്നും നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. 72 ഫയലാണ് DGയിലിരിക്കുന്നത്. 72 ഫയല്. ഒരാൾക്ക് പോലും ആവശ്യമില്ലാത്ത സംവരണം കിട്ടുമെന്ന് അവർ ധരിക്കുകയേ വേണ്ട, സംരക്ഷണം കിട്ടുമെന്ന് ധരിക്കുകയേ വേണ്ട. കർശന നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ദയയും അക്കാര്യത്തിൽ കാണിക്കുന്നില്ല. ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലെ അക്ഷരത്തെറ്റുകളിലും മന്ത്രി പ്രതികരിച്ചു. ചോദ്യപേപ്പറിലെ അക്ഷരത്തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞ മന്ത്രി കാരണം കണ്ടെത്താൻ വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. സത്യം തന്നെ വളരെ മോശമാണ്. അക്ഷരത്തെറ്റുണ്ടാകാൻ വേണ്ടി പാടില്ല. അതിനെപ്പറ്റി അന്വേഷണം നടത്താൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആരാണ് ഇത് അവസാനമായി നോക്കിയെന്ന് സംബന്ധിച്ചിടത്തോളം എന്തായാലും കർശന നടപടി അക്കാര്യത്തിലുണ്ടാവും. സ്കൂൾ പാഠപുസ്തകം ഡിസംബറിൽ തന്നെ 2,10,000 അച്ചടിച്ചുവെന്ന് മന്ത്രി അറിയിച്ചു. പരീക്ഷാ മൂല്യനിർണ്ണയം എങ്ങനെയെന്നും വിശദീകരിച്ചു. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം 72 ക്യാമ്പുകളിലും ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയം 89 ക്യാമ്പുകളിലുമാണ് നടക്കുക. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അധ്യാപകരുടെ സ്ഥലം മാറ്റ നടപടികളും പൂർത്തിയാക്കും. 2026-27 അധ്യയന വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം 6 വയസ്സാക്കുമെന്നും തീരുമാനമെടുത്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.